വെൽക്കം ബാക്ക് ടു ഷോ. ഞാൻ ഗാജ്. നവംബർ 11, 12, 13 സബ് ജില്ലാ കലോത്സവം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നവംബർ 12 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നവംബർ 13 വീഡിയോ ആണ്. നടുവടുത്ത് വെച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം വേദി 3 ഞങ്ങൾക്ക് ഇന്ന് പ്രോഗ്രാം. മന്ന മെമ്മോറിയൽ അവിടാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റൂമിലാണ് കയറിയത്. ഞങ്ങൾക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് പരിപാടി വഞ്ചിപ്പാട്ടായിരുന്നു. പാട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ടൈം എടുക്കത്തില്ലല്ലോ. നമ്മൾ ധൃതിയായിരുന്നു ഒരുങ്ങാനൊക്കെ. നോർമലി ഒരുങ്ങുന്ന പോലെ ഒരുങ്ങാനേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും സാരിയൊക്കെ ഉടുത്തു, വളയും മാലയൊക്കെ ഇട്ട് ഇറങ്ങി. കൂടെ ഉള്ളവർക്ക് വേറെ പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇതായതുകൊണ്ട് പിന്നെ അവർക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. രാവിലെ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞു. ഞങ്ങളുടെ റൂമിൽ തന്നെ ആയിരുന്നു നാടൻപാട്ടുകാർ ഒരുങ്ങിയത്. വഞ്ചിപ്പാട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം നാടൻപാട്ടായിരുന്നു. പിന്നെ നാടൻപാട്ട് ഒത്തിരി ടീമുള്ളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് പതിയെ റെഡിയായാൽ മതി. ഹൈസ്കൂളിൻ്റെ പ്രോഗ്രാം കഴിയാറായി. അപ്പോൾ അടുത്ത ഞങ്ങളുടെ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ വട്ടം ചുറ്റി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ചു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം വേറെ ആരുടെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിച്ചു. സാധാരണ കലോത്സവത്തിനൊന്നും ഞങ്ങൾക്ക് അങ്ങനെയുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഈ വട്ടം ഞങ്ങൾക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഘോഷ കൂപ്പണായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ കാർഡോ കൂപ്പണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറാൻ പറ്റും. ഞങ്ങൾക്ക് 5 പേർക്കുള്ള കൂപ്പൺ കിട്ടി. ഞങ്ങൾ 5 പേര് കയറി. ഭയങ്കര വെയിലായിരുന്നു, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പുള്ളി ഞങ്ങൾ അവിടെ വെച്ച് പച്ചപ്പെട്ടയാണ്. 2-3 മിനിറ്റ് ക്യൂ നിൽക്കേണ്ട വന്നുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കാണേലും പെട്ടെന്ന് നമുക്ക് സീറ്റ് കിട്ടുന്നുണ്ട്. പായസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ നാടൻപാട്ട് ടീം എല്ലാവരും ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും ഡ്രസ്സ് ഒക്കെ മടക്കി വെക്കാനും ഒക്കെ വരണമായിരുന്നു. ആ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മൾ 2 റൗണ്ട് നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ കുഴയും, കാരണം അതുപോലെ ചൂടാണ്. പിന്നെ കഴിഞ്ഞ ദിവസം 1:30-ക്കല്ലേ പ്രോഗ്രാം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ഉറങ്ങിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒപ്പനെ മേക്കപ്പ് ചെയ്യുന്ന റൂമിലോട്ട് പോയി. കുറച്ച് ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ വെച്ചായിരുന്നു. പക്ഷേ അവർക്ക് മേക്കപ്പ് ചെയ്യാനും ഒക്കെ ആളുള്ളത് കൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവർ 2 പേരും ഉണ്ടല്ലോ, നമ്മളെ ക്യാമറ ഇങ്ങോട്ട് ഓൺ ആക്കിയാൽ മതി, പിന്നെ ഇവർ മിണ്ടത്തേ ഇല്ല. പക്ഷേ ക്യാമറ ഓഫ് ചെയ്താൽ മിണ്ടും കേട്ടോ. ഇത് നമ്മുടെ കോലുകളി ടീമാണ്. ഇവർക്ക് നൈറ്റാണ് പ്രോഗ്രാം, അതുകൊണ്ട് ഇവർ കുറേ നേരം കഴിഞ്ഞാണ് റെഡി ആയത്.
പോയി കളിച്ചിട്ടങ്ങ് വരിക അത്രേ ഉള്ളൂ. ഒപ്പന, ദഫ്മുട്ട്, കോലുകളി ഈ മൂന്ന് നമ്മുടെ ഐറ്റം കുറച്ച് ലേറ്റ് ആയിരുന്നു. 10 മണി കഴിഞ്ഞ് പോയില്ല. ആദ്യം ഒപ്പനയായിരുന്നു, അത് കഴിഞ്ഞ് കോലുകളിയും ദഫ്മുട്ട്. അപ്പോൾ ഈ ടൈമിലൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു. കോലുകളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ട്രോഫി നമുക്ക് കിട്ടിയായിരുന്നു. അത് നമ്മുടെ സ്കൂളിലാണ് ഗൈസ് കിട്ടിയത്. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് ട്രോഫി കിട്ടിയതില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോ ആയിട്ടിടാം കേട്ടോ.